നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹുലിൻ അൽവാരസിനെ ഇന്നലെ മെട്രോപൊളിറ്റനോയിൽ ആരാധകർ കൂവി അപമാനിച്ചു വിട്ടു. നമ്മളതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗെയിം ഓൺ വിത്ത് റാഫിൽ ആ വീഡിയോ ഉണ്ട്. കാരണം ഇവിടെ നമുക്ക് റാഫ് ടോക്സിൽ വീഡിയോ ക്ലിപ്പുകൾ കാണിച്ച് ചെയ്യുക എന്നുള്ളത് സേഫല്ല, റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് ചാനലിൽ നമ്മൾ വീഡിയോ ക്ലിപ്പുകൾ വെച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി ടാബിൽ അത് കിടപ്പുണ്ട്, അല്ലെങ്കിൽ ആ ചാനൽ നോക്കിയാലും കാണാം. അപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് വ്യക്തമായിട്ട് അത് കാണാൻ പറ്റും. വല്ലാത്ത ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സംഭവവികാസങ്ങളാണ്. ഏതായാലും അതിനുശേഷം കളിക്ക് ശേഷം VRLുമായിട്ട് 2-2 സമനിലയിൽ പിരിഞ്ഞ ശേഷം ഹുലിൻ അൽവാരസിനെ കുറിച്ച് ഡിയേഗോ സിമിയോണി പറയുന്നത് അൽവാരസിൻ്റെ പ്രകടനം മോശമായിരുന്നു എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് അദ്ദേഹത്തെ 60 മിനിറ്റുകൾക്ക് ശേഷം കളിക്കളത്തിലേക്ക് വിട്ടത്. അത്ലറ്റിക്കോ തോൽക്കുന്നൊരു സ്ഥിതിയാണ് ആ ഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ഹുലിയാനോ സിമിയോണിയുടെ ഗോളിൽ അവർ സമനില പിടിക്കുകയായിരുന്നു. ഏതായാലും ഹുലിൻ അൽവാരസിനെ കുറിച്ച് ഡിയേഗോ സിമിയോണി പറയുന്നത് ഇങ്ങനെയാണ്: ഹുലിൻ അൽവാരസ് ഡിഡ്ന്റ് ഹാവ് എ ഗുഡ് ഗെയിം ടുഡേ. നല്ലൊരു കളിയായിരുന്നില്ല അദ്ദേഹത്തിന്. നോട്ട് ദി കൈൻഡ് ഓഫ് പെർഫോമൻസ് വി നീഡ് ഫ്രം ഹിം. അദ്ദേഹത്തിൽ നിന്ന് എന്ത് തരത്തിലുള്ള പെർഫോമൻസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത്തരത്തിലുള്ളൊരു പ്രകടനമല്ല അദ്ദേഹം നടത്തിയത്. മോശം പ്രകടനമായിരുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് നല്ല വ്യക്തതയുണ്ട്. നമുക്ക് കിരീടങ്ങൾ ചൂടണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ട്രൈക്കർ വേണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇനി അദ്ദേഹം പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഹുലിയൻ ആരാധകരോട് ഗ്രീറ്റ് ചെയ്യാതെ പോയല്ലോ, അതിനെക്കുറിച്ചാണ്. ക്ലബ് സ്റ്റാഫാണ് എന്നോട് പറഞ്ഞത് ഹുലിയൻ ടീംമേറ്റ്സിൻ്റെ കൂടെ ഫാൻസിനെ ഗ്രീറ്റ് ചെയ്യാൻ പോകണ്ട എന്ന തീരുമാനമെടുത്തത് ക്ലബ്ബാണ് എന്ന്. അത് ഹുലിയൻ്റെ തീരുമാനമായിരുന്നില്ല. ക്ലബ്ബാണ് ഒരു ഡിസിഷൻ എടുത്തത്. അദ്ദേഹത്തെ ആരാധകരിൽ നിന്ന് അകറ്റി നിർത്തുക, എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുക എന്നുള്ളത്. അപ്പം വീണ്ടും സിമിയോണിയോട് ചോദിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഫാൻസ് അദ്ദേഹത്തെ അപമാനിച്ചു വിടുകയാണല്ലോ ചെയ്തത്, എന്തെങ്കിലും ഫാൻസിനോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിമിയോണിയുടെ മറുപടി, നോ, ഞാൻ ആരാധകരെ അഡ്വൈസ് ചെയ്യാനുള്ളൊരു പൊസിഷനിലുള്ള ആളല്ല. ഞാൻ എൻ്റെ വർക്കിൽ ഫോക്കസ് ചെയ്യുന്നു. അതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സ്പോർട്ടിംഗ് സൈഡ്, കളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് എന്താണ് ഗുണം, അത് കളി ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക, അല്ലാതെ ഫാൻസിനെ അഡ്വൈസ് ചെയ്യാനൊന്നും ഞാനാണല്ല. ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നത്, അത്ലറ്റിക്കോ മാഡ്രിഡിന് കിരീടങ്ങൾ ചൂടണം. അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമുക്ക് ഫോർവേഡ്സിന് ആവശ്യമുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഫോർവേഡ്സ് നമുക്ക് വേണം. അതിനുവേണ്ടി ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും ഒരേ ഡയറക്ഷനിലേക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ടീമിന് അതാണ് വേണ്ടത് എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത്. ചുരുക്കത്തിൽ അദ്ദേഹം ഹുലിയനെ തള്ളുന്നുമില്ല, കൊള്ളുന്നുമില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഫാൻസിനെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നുമില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.